പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂരജ് ഇനി കാത്തിരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇന്ദുജയ്ക്ക് തിരിച്ചടി കൊടുക്കണം, അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഇന്ദുജയാകട്ടെ ഇനി അവൻ എന്നെ വിവാഹം കഴിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ അവന്റെ മുന്നിലില്ല, അത് ഉറപ്പ് തന്നെയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലിരിക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവായി സൂരജ് കടന്നു വരുന്നത്. തൻ്റെ മുത്തശ്ശി വരെ തന്നെ അവിശ്വസിച്ചു, എൻ്റെ മുഖത്തടിച്ചു. ഇതിനെല്ലാം കാരണം അവളാണ്. ഇനി സത്യങ്ങൾ തെളിയിക്കണം, പഴയകാല സത്യങ്ങൾ മുന്നിലേക്ക് വരട്ടെ. ഇനിയും അതിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്ന സൂരജ് ഇതേ തുടർന്ന് സത്യങ്ങൾ എല്ലാവരുടെയും മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രവുമല്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സൂരജ് തെളിവുകളും കൊണ്ടുവരുന്നു. ഞാൻ 5 വർഷങ്ങൾക്ക് മുന്നേ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല, അത് സത്യം തന്നെയാണ്. ഞാൻ ആരോടും നുണയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നിങ്ങളാണ് എന്നെ വിശ്വസിക്കാത്തത്. ഇത് കേട്ടതിനെ തുടർന്ന് മീനുവും മുത്തശ്ശിയുമാകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മുത്തശ്ശിയാകട്ടെ മുന്നിലേക്ക് കടന്നു വന്ന് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു. സൂരജ് മോനെ, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. നീ പറഞ്ഞത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല, അത് തെറ്റ് തന്നെയാണ്. നിന്നോട് ക്ഷമ പറയുന്നതിനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കേട്ട സൂരജ് ഇനി ഇതേപ്പറ്റി സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ഈ കാര്യം ചോദ്യം ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. ഇതോടെ മീനു സൂരജിനെ ചെന്ന് കാണുന്നു. സൂരജിനോട് ക്ഷമ പറയുന്നതിന് തയ്യാറാകുന്ന മീനു, എൻ്റെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുകയാണ് സൂരജ്. സൂരജ് സത്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുന്നതിന് തയ്യാറായില്ല. ഇനി ഒരു പ്രശ്നവുമില്ല, വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. ഇത് കേട്ട സൂരജ്, വേണ്ട മീനു, ഇനി ഈ വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ വിവാഹം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. പരസ്പരം വിശ്വാസമുള്ളവർ കല്യാണം കഴിച്ചിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഈ കാര്യം കേട്ട് മീനുവാകെ ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.